ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ഇതിന്റെ തുടക്കഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ കേട്ടിട്ടുണ്ട് പറഞ്ഞോ. എന്നാൽ കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ കഥയുടെ ലെവൽ അങ്ങോട്ട് മാറും. സാധാരണ ക്ലീഷേ സംഭവങ്ങളിൽ നിന്ന് മാറി നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കഥയുടെ ഓരോ ഭാഗത്തു നിന്നും അങ്ങനെ വരാൻ തുടങ്ങും. ടിസ്റ്റ് 1, ടിസ്റ്റ് 2, ടിസ്റ്റ് 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും കേട്ടാ. അതായത് 1960 കാലഘട്ടങ്ങളിൽ ലേക്ക് ബോഡോ അങ്ങനെ ഒരു തടാകത്തിന്റെ ഭാഗത്ത് വെച്ച് ഒരു കൊലപാതകം നടക്കുകയാണ്. എന്നാൽ ഇന്ന് വരെ അതിന്റെ പിന്നിൽ ആ ഒരു രഹസ്യം അത് ആർക്കും അറിയില്ല. പലരും കുറെ കാലം അന്വേഷിക്കും, പിന്നീട് അത് അവിടെ ഇട്ടിട്ട് പോകും. എന്നാൽ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേർക്ക് തോന്നുകയാണ് അതിന്റെ രഹസ്യം ഒന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇനി ഇവര് 4 പേരും കൂടെ ഒരു ദിവസം രാത്രി കാട്ടിലെ ആ തടാകത്തിനരികിൽ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പിന്നീട് സംഭവിക്കുന്ന കാര്യം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് കഴപ്പുണ്ടമ്മേ ചാകാൻ കാടുണ്ടോ. സിനിമയുടെ പേര് ശരിക്കും മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പോകുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ നമ്മളെ ഒരു നോട്ടാണ് കാണിക്കുന്നത്. 1960 ബൊഡോം ലേക്കിൽ കുളിക്കാൻ പോയ 4 ടീനേജേഴ്സ് അവരെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായി. പിന്നീട് അവർ ബ്രൂട്ടലായിട്ട് മർഡർ ചെയ്യപ്പെട്ടു. ആരാണ് അവരെ കൊന്നതെന്ന് ഇപ്പോഴും അറിയില്ല. എന്തിനാണ് ഇത്ര ക്രൂരമായിട്ട് അവരെ കൊന്നതെന്ന് ഇപ്പോഴും അറിയില്ല. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് തിയറികൾ ഇന്റർനെറ്റിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും വ്യക്തമല്ല എന്താണ് സത്യമെന്ന്. ബോഡോ ലേക്കിലെ മിസ്റ്ററീസ് അതിനെ ബേസ് ചെയ്തെടുത്ത ഒരു സിനിമയാണിത്. ഇതിനുശേഷം കാണിക്കുന്നത് ബോഡോ ലേക്കിൽ കുളിക്കാൻ പോയ 4 ടീനേജേഴ്സിനെയാണ്. എന്നാൽ ഇവർ 4 പേരല്ലാതെ 5ാമതൊരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 പേരെ വളരെ ദേഷ്യത്തോടെയും പകയോടെയും അവൻ നോക്കുകയാണ്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് പ്രസന്റ് ടൈമിലാണ്. ഒരു കാറിലിരിക്കുന്ന 2 കൂട്ടുകാരെ കണ്ടോ. ഒരാളുടെ പേര് ഏലിയാസ്, അതുപോലെ തന്നെ മുടി നീട്ടി വളർത്തിയില്ലേ അവന്റെ പേര് ടോമി എന്നാണ്. ഇപ്പൊ ടോമിയോട് ഏലിയാസ് ചോദിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞതുപോലെ നടക്കില്ലേ? അവസാന നിമിഷം അവര് വാക്ക് പാലിക്കാതിരിക്കില്ലല്ലോ, വരാതിരിക്കില്ലല്ലോ, നീ എല്ലാം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടില്ലേന്ന് ടോമിയോട് ചോദിക്കുമ്പോൾ ടോമി പറയണം, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അവരെന്തായാലും വരും. അതൊക്കെ പോട്ടെ ഏലിയാസേ, ഞാൻ നിന്നോട് പറഞ്ഞ ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പൊ ഏലിയാസ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാക്കറ്റ് എടുക്കുകയാണ്. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇന്നർവേഴ്സ് ആയിരുന്നു, സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. എന്തായാലും അത് പുറത്തേക്ക് എടുത്ത് ഇപ്പൊ ടോമി അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയിലെ ഒരു ഡെഡ് ബോഡി അതിന്റെ ആ ഒരു ഇന്നറുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ. ഈ ഒരു ഇന്നർ അവളെ ഉടുപ്പിച്ച് ആ തടാകത്തിനരികിൽ അവളെ കെടുത്തിയാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇവരുടെ സംസാരത്തിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, ഇവന്മാർ 2 പേരും എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ആ തടാകത്തിനരികിൽ വെച്ച് ഇതുപോലെ കുറച്ച് ടീനേജേഴ്സ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അവരുടെ ഫോട്ടോസാണിത്. ഇന്ന് വരെ അവിടെ എന്താണ് നടന്നതെന്ന് ആ ഒരു മിസ്റ്ററി ഇതുവരെയായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു മിസ്റ്ററി അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ മന്ദപ്പൻ ടോമി ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണിത്. അതായത് അന്നുണ്ടായിരുന്ന അതേ സിറ്റുവേഷൻ ഇവര് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിലൂടെ ആ രഹസ്യം, ആ മിസ്റ്ററി ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരുത്തന്നെ ഈ പരിപാടിക്ക് പോവോ? എന്തായാലും മണ്ടനായ ടോമിയുടെ ഐഡിയയുടെ കൂടെ കൂട്ടു നിൽക്കാനായിട്ട് ഏലിയാസും കൂടെ കൂടി. പക്ഷേ ഇവര് 2 പേരുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, 2 പെൺകുട്ടികളും കൂടെ വേണമല്ലോ. അതാണ് നേരത്തെ പറഞ്ഞ ഈടയും അതുപോലെ തന്നെ ഈടയുടെ കൂട്ടുകാരിയായിട്ടുള്ള നോറയും. ഇതിനുശേഷം ഈടയെ കാണിക്കുകയാണ്. അച്ഛന്റെ അമ്മയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോ. ഇപ്പൊ മടിച്ച് ഈട അവളുടെ അച്ഛനോടൊരു കാര്യം ചോദിക്കുകയാണ്. അച്ഛാ, കൂട്ടുകാരെല്ലാവരും ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, ഞാനും കൂടെ പോയിക്കോട്ടെ. എന്നാൽ ഇത് കേട്ടപാടിനെ ഭയങ്കര ദേഷ്യത്തില് അവളുടെ അച്ഛൻ പറയാണ്, വേണ്ട, ഒരു കാരണവശാലും പോകാൻ പാടില്ല, ഉണ്ടാക്കി വെച്ച നാണക്കേട് തന്നെ പോരെ നിനക്ക്. സംഭവം എന്താന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു റൂമർ ഉണ്ടായി. ഈടയുടെ ഫുൾ ന്യൂഡായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കോളേജ് മുഴുവനായിട്ട് സ്പ്രെഡ് ആയിന്ന്. അതോടുകൂടിയിട്ട് അവളുടെ മാനം പോയി എന്ന് പറയാലോ. മാത്രമല്ല അവളുടെ ഫാമിലിയുടെ മാനവും പോയി. അത് അവരുടെ ഫാമിലി എഫക്ട് ചെയ്തു. അതുകൊണ്ടാണ് അവളോട് എങ്ങോട്ടേക്കും പോകണ്ട എന്ന് അവളുടെ അച്ഛൻ പറയുന്നത്. ഈ സമയത്ത് അവളുടെ അമ്മ പറയാണ്, അല്ല, അവള് പോകുന്നത് അവളുടെ കൂട്ടുകാരി നോറയുടെ കൂടെയല്ലേ, നോറ അറിയില്ലേ, അതൊരു നല്ല കുട്ടിയല്ലേ. ഇപ്പൊ അവളുടെ അച്ഛൻ പറയാണ്, ഏത് വാപ്പ കൂടെ ഉണ്ടായാലും ശരി, നീ എങ്ങോട്ടും പോണ്ടെന്ന് പറയണം. ഇത് കേട്ട സങ്കടത്തില് ഈട എന്തൊക്കെയോ പറയാണ്, ഞാനൊരു പട്ടിയൊന്നുമല്ല ഇതുപോലെ വളർത്താനായിട്ട്. വേഗം തന്നെ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അച്ഛന്റെ സമ്മതം മേടിച്ചു തരാം, നീ ഒന്ന് കൂളാകുന്ന് പറയണം. അങ്ങനെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന ദിവസമായിട്ടുണ്ട് കേട്ടോ. വണ്ടിയെല്ലാം റെഡിയാക്കിയിട്ട് ഏലിയാസും ടോമിയും വന്നിട്ടുണ്ട്. ടോമിയുടെ കയ്യിൽ ഒരു ചെറിയ കോടാലിയുണ്ട്. എന്നാൽ അപ്പോഴും നമ്മുടെ ഏലിയാസ് ചോദിക്കുന്നത്, ടോമി, അവരെന്തായാലും വരുമോ? നീ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ അവർക്കും അറിയാലോ അല്ലേ? ടോമി പറയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അവരെന്തായാലും വരും. അങ്ങനെ ഇവർ 2 പേരും വണ്ടിയിൽ കയറിയിട്ട് ഈടയും നോറയും കൂട്ടാൻ വേണ്ടി അവരുടെ വീടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈട ഇപ്പോൾ ഉള്ളത് നോറയുടെ അടുത്താണ്. ഈടയ്ക്കാണെങ്കിൽ ട്രിപ്പിന് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ നോറ പറയാണ്, നിനക്ക് സംഭവിച്ച കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എത്രത്തോളം വലിയ ട്രോമയാണ് നിനക്ക് ഉണ്ടായതെന്നും എനിക്കറിയാം. പക്ഷേ
എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് വരണ്ടേ. ഇതുപോലെയുള്ള യാത്രകൾ അതിന് നമ്മെ സഹായിക്കും. നീ എന്തായാലും വാ, നമുക്ക് എന്തായാലും പോയി അടിച്ചു പൊളിക്കാന്ന് പറയണം. അപ്പോഴേക്കും ഏലിയാസും ടോമി എത്തി. രണ്ടുപേരുടെയും കൂടെ ഇവർ നേരെ ആ സ്ഥലത്തേക്ക് പോവാണ്. എല്ലാവരും ടീനേജേഴ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ യാത്ര നല്ല വൈബായിരിക്കും. പാട്ടെല്ലാം വെച്ച് ചെറിയ രീതിയിൽ ഡാൻസ് എല്ലാം കളിച്ച് നല്ല ചില്ല് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. ഇപ്പൊ എന്തോ ഒരു ആവശ്യത്തിന് വണ്ടി നിർത്തിയ സമയത്ത് നമ്മുടെ ഈ ഒരു നോറ ചോദിക്കുകയാണ്, അല്ല ഏലിയാസെ, ബാക്കിയുള്ളവർ എപ്പോഴാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? ഇത് കേട്ട സമയത്ത് ഏലിയാസ് ആകെ ഞെട്ടിപ്പോയി. അതായത് ഏലിയാസിന് മനസ്സിലായി ടോമി എല്ലാ കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ലാന്ന്. ഏലിയാസ് പറയാണ്, അത് പിന്നെ അവർ വരും, നമുക്ക് എന്തായാലും പോകാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ടോയ്ലറ്റ് പോകാനായിട്ട് ഈഡിയും നോറയും കൂടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ പറയാണ്. അവർ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ ടോമിയെ വലിച്ചുകൊണ്ട് ഏലിയാസ് ചോദിക്കുകയാണ്, നീ എന്താടാ അവരോട് സത്യമൊന്നും പറഞ്ഞില്ലേ? ഇനിയിപ്പോ സത്യം എന്താന്ന് അവരറിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? ഇത് കേട്ട സമയത്ത് ടോമി പറയാണ്, ആരാടാ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ കൂടെ വരിക? എനിക്ക് ചെറിയൊരു നുണ പറയേണ്ടി വന്നു, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഏലിയാസ് അവിടുന്ന് പോവാണ്. കാരണം ഇനി അവരെങ്ങാനും ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിച്ചാൽ ആകെ പ്രശ്നമാകില്ലേ? എന്തായാലും ടോമി ഒരു വിധത്തിൽ ഇതെല്ലാം മാനേജ് ചെയ്തു ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം വലിയൊരു ഫോറസ്റ്റിന്റെ ഭാഗത്തേക്ക് ഇവരെത്തുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല. മാപ്പെല്ലാം നോക്കി ഒരു വിധത്തിൽ ചെറിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് ഇവരുടെ ഈ ഒരു കാറ് ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് വല്ലാത്തൊരു ഹൊറിഫിക് ഫീൽ ആയിരുന്നു. എന്തോ ഒരു വലിയ അപകടത്തിലേക്ക് ഇവർ 4 പേരും പോകുന്നത് പോലെ. കുറച്ചു നേരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങലയുടെ ഗേറ്റ് കാണുകയാണ്. അതിനപ്പുറത്തേക്ക് ആരും പോകണ്ട എന്ന് കരുതിയിട്ടാണ് അത് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ടോമി ആ ചങ്ങല പൊട്ടിച്ച് ഇവർ വീണ്ടും കാർ എടുത്തുകൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് വഴിയൊന്നുമില്ല. അതുകൊണ്ട് കാർ അവിടെ നിർത്തി ഇവരുടെ ലഗേജുമായിട്ട് ഇവർ നടന്നു പോവാണ്. അങ്ങനെ അവസാനം ആ ഒരു തടാകത്തിനരികിലേക്ക് ഇവർ എത്തുകയാണ്. ബോഡോ ലേക്ക്. 1960 മൃഗീയമായ കൊലപാതകം നടന്ന ആ സ്ഥലമാണിത്. എന്തായാലും അവിടെ എത്തിയ സമയത്ത് തന്നെ നോറ ഇപ്പൊ ടോമിയോട് ചോദിക്കുകയാണ്, അല്ല നീ പറഞ്ഞ ക്യാബിൻ എവിടെയെന്ന്? അതായത് ഇവിടെ ഒരു ക്യാബിനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ടോമി പറയാണ്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് കേൾക്കണം, നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് പറയണം. അപ്പൊ തന്നെ കാര്യം മനസ്സിലായ ഈടയും നോറയും പറയണം, ഓഹോ അപ്പൊ നുണ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണല്ലേ. ഇപ്പൊ ടോമി ഒന്ന് ഉരുണ്ട് കളിക്കാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരിച്ചിരി സമയം നിങ്ങൾ എനിക്ക് തരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അങ്ങനെ രാത്രി ഇവരവിടെ നല്ലൊരു ടെന്റെല്ലാം അടിച്ച് കുറച്ച് ക്യാമ്പ് ഫയർ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് നമ്മുടെ ടോമി കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വെച്ച് മൃഗീയമായ ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ നോറയും മീഡിയയും പറയാണ്, അത് ഞങ്ങൾക്കറിയാം, ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ട്. എന്തായാലും അന്ന് ഇവിടെ വന്ന ടീനേജേഴ്സ് ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് ഇവിടെ വന്നത് ആ ഒരു സംഭവം നമ്മൾ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്നർ വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇപ്പൊ ഈടയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഈട ചോദിക്കുകയാണ്, നീ എന്താണ് ഈ ഒരു കേസിൽ ഇത്രക്ക് അങ്ങോട്ട് ഒബ്സഷൻ ആയിരിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ടോമി പറയാണ്, അതായത് ഇന്ന് വരെ ഇവിടെ നടന്ന ഈ ഒരു കാര്യം, ഇതിന്റെ രഹസ്യം, ആ ഒരു മിസ്റ്ററി ഇതുവരെയായിട്ടും പുറത്ത് വന്നിട്ടില്ല. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. പക്ഷെ അവൻ ഈ പറയുന്ന കാര്യം വലിയ കാര്യമായിട്ടൊന്നും ബാക്കിയുള്ളവർ എടുക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഈ നോറയും ഏലിയാസും കൂടെ അവിടുത്തെ ആ ഒരു തടാകത്തിൽ പോയിട്ട് രാത്രി തന്നെ നന്നായിട്ടൊന്ന് കുളിക്കുകയാണ്. നല്ല രസമായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവർ നേരെ ആ ഒരു ക്യാമ്പ് ഫയറിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും ടോമി ഉണ്ടല്ലോ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു കഥകൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് ഏതൊരുത്തൻ പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ടുണ്ട്, അവനാണ് ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. മിക്കവാറും അവൻ ഇവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈടെ ചോദിക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമല്ലേ, അവൻ ഇപ്പോഴും ജീവനോട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്നാൽ ടോമി പറയുന്നത് തീർച്ചയായിട്ടും അവന്റെ ചെറിയ പ്രായത്തിലായിരിക്കും അവൻ ആദ്യത്തെ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല. അവൻ ഈ കാട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ടാവും. ചിലപ്പോ അവൻ നമ്മളെ കാണുന്നുണ്ടാവും. എന്തായാലും ഒറ്റയടിക്കൊന്നും ഇവിടെ വരുന്ന ആൾക്കാരെ അവൻ കൊല്ലുന്നുണ്ടാവില്ല. വരുന്ന സമയം മുതൽ അവരെ ഒബ്സർവ് ചെയ്ത് അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് തക്കം നോക്കിയായിരിക്കും മിക്കവാറും അവൻ ആളുകളെ കൊല്ലുക. ഇത് കേട്ട സമയത്ത് ഈടയുടെ ഉള്ളിൽ ചെറിയൊരു പേടി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞോറ പറയണ, മതി മതി, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കെടുക്കാൻ പോവാന്ന് പറയണം. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ ഏലിയാസും പോവാണ്. ഇപ്പൊ ക്യാമ്പ് ഫയറിന്റെ അവിടെ ഈടയും അതുപോലെ തന്നെ ടോമിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടോമി ഈടയുടെ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിന്റെ ഏതോ ഒരു ഫോട്ടോ ലീക്കായി എന്നൊക്കെ പറഞ്ഞില്ലേ, നീ വല്ലാത്തൊരു ട്രോമയിലായിരുന്നു എന്നും എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ നീ പുറത്തേക്ക് വന്നല്ലോ. ഇപ്പൊ ഈടെ പറയാണ്, അത് പറയാനൊക്കെ ഭയങ്കര എളുപ്പ, പക്ഷേ ഞാൻ അനുഭവിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഞാൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്കൊക്കെ, കോളേജിലെ എന്റെ കൂട്ടുകാർക്കൊക്കെ ഇത് വലിയ തമാശയായിരുന്നു. പക്ഷെ ആ കുറച്ച് മാസം ഞാൻ അനുഭവിച്ചതുണ്ടല്ലോ, അതെനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ടോമി പറയണം, നീ എന്തായാലും വിഷമിക്കേണ്ട, വാ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒന്ന് എഴുന്നേൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈട ഈ തടാകത്തിന്റെ അപ്പുറത്തെ കാട്ടിൽ ഒരു വെളിച്ചം കാണുകയാണ്. അപ്പൊ തന്നെ ഈട ടോമിയോട് ചോദിക്കുന്നുണ്ട്, എടാ നമ്മൾ 4 പേരല്ലോ, കൂടാതെ വേറെ ആരെങ്കിലും വന്നിന് ഇങ്ങോട്ടേക്ക്? ഞാൻ അവിടെ ഇപ്പൊ ഒരു വെളിച്ചം കണ്ടു. ഇപ്പൊ ടോമി പറയണ, അത് നിന്റെ തോന്നലായിരിക്കും, ഈ കഥകളൊക്കെ കേട്ടതല്ലേ, വാ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് ടെന്റിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഈട പറയണ, നീ പോയിക്കോ, ഞാൻ ആകെ വിയർത്ത് മുഷിഞ്ഞു നിൽക്കുക, ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാന്ന് പറയും. അങ്ങനെ ടെന്റ് അടിച്ചതിന്റെയും കുറച്ച് അപ്പുറത്തേക്ക് അവള് പോവാണ്. ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷർട്ടെല്ലാം ഒരു ബോഡിയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിന്നിൽ ആരോ വന്ന് നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾ നന്നായിട്ടൊന്ന് പേടിച്ചുപോയി. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലിയാസിനെയാണ് കാണുന്നത്. അവനെ 4 തെറിയും വിളിച്ച് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ. നാണില്ലേ നിനക്കെന്ന് പറഞ്ഞിട്ട്
ഭയങ്കര ദേഷ്യത്തിൽ ഈട അവിടുന്ന് പോവാണ്. ഇപ്പൊ ഏലിയാസ് പറയാണ്, നീ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നൊന്നുമല്ല, പല്ല് തേക്കാൻ വേണ്ടി വന്നപ്പോൾ അറിയാതെ കണ്ടുപോയതാ. പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പോയിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലിയാസും തിരിച്ചു വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 4 പേര് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആഹാ, എന്ത് രസമായിരിക്കുമല്ലേ ഇതുപോലത്തെയൊക്കെ കാട്ടിൽ പോയിട്ട് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഒന്ന് പോയി കിടന്നുറങ്ങുന്ന സമയത്ത് ആഹാ അടിപൊളി, നല്ല വൈബായിരിക്കും അല്ലേ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കൊരു റിസോർട്ട് ഉണ്ട്, ഒരു മലയുടെ മുകളിലാണ്. സോ അവിടെ വന്ന് ക്യാമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. വിഷു ആയതുകൊണ്ട് തന്നെ ഒരു ഓഫർ പ്രൈസിലാണ് ക്യാമ്പിംഗ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ കുറച്ച് സമയം കടന്നു പോവാണ്. അർദ്ധരാത്രി ആയിട്ടുണ്ട്. ഇവര് 4 പേരും നല്ല ഉറക്കാണ്. എന്നാൽ പെട്ടെന്ന് ഒരു കാലൊച്ച കേട്ട ഈട ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഒരു ഭയത്തോടുകൂടി ആ ശബ്ദം അവൾ അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ പതിയെ നോറയെ വിളിക്കുന്നുണ്ട്. നോറ ഒന്ന് വേഗം എഴുന്നേൽക്ക്, ഞാനൊരു ശബ്ദം കേൾക്കുന്നെന്ന് പറയാണ്. അവളും ശ്രദ്ധിച്ചപ്പോ അങ്ങനെ ഒരു കാലൊച്ച അവളും കേൾക്കുന്നുണ്ട്. വേഗം തന്നെ അവര് ഇപ്പൊ ഏലിയാസിനെ തട്ടി വിളിക്കുകയാണ്. അതുപോലെ തന്നെ ടോമിയും തട്ടി വിളിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏലിയാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ള 3 പേരും ഭയം കാരണം പുറത്തേക്കേ ഇറങ്ങുന്നില്ല. കാരണം ആ ഒരു കഥയും ആ സൈക്കോയും ഇതെല്ലാം ഇവർക്ക് അറിയാലോ. അതുകൊണ്ട് ഭയം കാരണം ഇവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങാതെ അതിന്റെ ഉള്ളിൽ തന്നെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഇനി എങ്ങാനും ആ ഒരു സൈക്കോ സീരിയൽ കില്ലർ അവൻ ഇവിടെ വന്നിട്ടുണ്ടാവും. 3 പേരും ഒച്ച ഉണ്ടാക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഏലിയാസ് ചാടി വീണ് ഒച്ചപ്പാടുണ്ടാക്കി ഇവരങ്ങ് പേടിപ്പിച്ച് കളയാണ്. എന്താണോ അവൻ വിചാരിച്ചത് അത് നടന്നു. 3 പേരും ഞെട്ടി വിറച്ചു പോവാണ്. എന്നിട്ട് പറയാണ്, ഞാനൊരു തമാശ കാട്ടിയതാണ്, എങ്ങനെയുണ്ട്? എന്തായാലും നോറയും ഈടയും വെറുതെ ഇരിക്കോ, നല്ല പച്ചത്തേറി വിളിക്കുന്നുണ്ട് അവനെ. അതുപോലെ തന്നെ നോറ പറയാണ്, പേടിച്ചപ്പോൾ എനിക്കെന്തോ വയറ്റിനൊരു ബുദ്ധിമുട്ട് പോലെ, ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം, നമ്പർ 2 തന്നെ. ആ സമയത്ത് നമ്മുടെ ഏലിയാസ് പറയുന്നുണ്ട്, വേണമെങ്കിൽ ഒരു കൂട്ടിന് ഞാനും വരാന്ന്. അപ്പൊ നോറ പറയാണ്, എന്റെ കാലിൽ ചെരുപ്പുണ്ട്, എടുക്കണോ? വേണ്ട, നീ ഒറ്റയ്ക്ക് പോയിക്കോന്ന് പറയാം. അങ്ങനെ നോറ നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ഇതേ നേരം തന്നെ അവൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും അവളുടെ പിന്നാലെ ഒന്ന് ചെന്ന് നോക്കാന്ന് കരുതിയിട്ട് ഏലിയാസും അവളുടെ പിന്നാലെ പോവാണ്. ഇതേ നേരം ആ ഒരു ടെന്റിൽ ഒറ്റയ്ക്കാണല്ലോ ഈടയും അതുപോലെ തന്നെ ടോമിയും. ഇപ്പൊ ടോമി വീണ്ടും ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുകയാണ്. അതായത് കോളേജിൽ വെച്ച് ലീക്കായ അവളുടെ ആ ഒരു ന്യൂഡ് ഫോട്ടോസിനെ കുറിച്ച് ടോമി വീണ്ടും ഇതിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഈടെ ചോദിക്കുകയാണ്, നിനക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയോ? എനിക്കൊന്നും അറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ വരുമ്പോഴേക്കും ഇവരുടെ ആ ഒരു ടെന്റിന് മുകളിലേക്ക് എന്തോന്ന് വീഴുകയാണ്. 2 പേരും പേടിച്ചുപോയി. അപ്പൊ തന്നെ ടോമി പറയുന്നുണ്ട്, ഇത് മിക്കവാറും അവന്റെ പണിയായിരിക്കും ഏലിയാസ്, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടെന്റിന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ആരും കാണാനുമില്ല. ഇപ്പൊ ദേഷ്യത്തില് ടോമി ഈ ഏലിയാസിനെ ഉറക്കനെ വിളിക്കുന്നുണ്ട്, ഏലിയാസെ എനിക്കറിയാം ഇത് നീയാ ചെയ്തേന്ന്, മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വന്നോ. പക്ഷേ വിളിച്ചിട്ടൊന്നും അവൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ സമയത്ത് ആ ഒരു ടെന്റിന്റെ അതിങ്ങനെ പൊളിഞ്ഞെടുക്കാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗത്തോടെ തലയിട്ടിട്ട് ടോമി ഈടയോട് ഒരു കാര്യം പറയാണ്. അവൻ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുകയാണ്, പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇവൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ടെന്റിന്റെ പുറത്ത് ഒരു ബൂട്ട് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ആ വന്ന ആള് അയാളുടെ കത്തി നേരെ കുത്തി ഇറക്കുന്നത് ടോമിയുടെ മുത്തുക്കിലേക്കാണ്. വേദന കൊണ്ട് ടോമി ഉറക്കനെ അലറി കരയാണ്, ചോര ഒലിക്കുന്നുണ്ട്. ഇത് കണ്ട് ഈടാകെ ഞെട്ടി അവളും കരയാണ്. അപ്പൊ ഇവരുടെ 2 പേരുടെയും കരച്ചില് നമ്പർ 2 പോയ നോറ കേൾക്കാണ്. അവൾ അപ്പൊ തന്നെ അവിടെ നീ ടെന്റ് അടിച്ച ഭാഗത്തേക്ക് ഓടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏലിയാസും അത് കേട്ട് അവനും ഇങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ ഇവര് വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ചോരയിൽ കുളിച്ചെടുക്കുന്ന ടോമി വേദന കൊണ്ട് അവനങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നോറ പറയണ, ഇവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം, ഒരു സ്ട്രക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം എന്നറിയാതെ ഇവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്ന സമയത്ത് ടോമി ഇവര് വിളിക്കാണ്, നിങ്ങൾ എന്തായാലും എന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട, അതിന് കഴിയില്ല, അവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇത്രയും നേരം അവൻ നമ്മളെ നിരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, രക്ഷപ്പെട്ടു പോയിക്കോ, അവന്റെ കയ്യിൽ പെടണ്ട, രക്ഷപ്പെട്ടു പോയിട്ട് ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വാന്ന് പറയാണ്. അപ്പോഴേക്കും രക്തം ഒരുപാട് പോയതുകൊണ്ട് ടോമി അൺകോൺഷ്യസ് ആവുകയാണ്. എന്തായാലും വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ടോമി കൊണ്ടുവന്ന അവന്റെ ആ ഒരു ചെറിയ കോടാലി ഏലിയാസ് എടുക്കുകയാണ്. എന്നിട്ട് ഈടയും നോറയും വിളിച്ച് അവര് നേരെ അവരുടെ കാറ് നിർത്തിയിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് ആ രാത്രിയിൽ ഓടുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും അവരുടെ പിന്നാലെ തന്നെ ആ സൈക്കോ സീരിയൽ കില്ലർ ഉണ്ടാവും. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഭയത്തിലാണ് ആ കാട്ടിലൂടെ ഇവർ ഓടുന്നത്. നല്ല വെളിച്ചമൊന്നുമില്ല, ഇരുട്ടത്താ ഓടുന്നത്. അതുകൊണ്ട് തന്നെ മരത്തിന്റെ വേരുകളൊക്കെ കാലിൽ നന്നായിട്ട് തട്ടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മുടെ നോറയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ അവളുടെ കാലൊക്കെ ആകെ ഉളുക്കി ഭയങ്കരമായിട്ട് വേദന. അവളിപ്പോ പതിയെ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് നോറ പറയണം, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയിട്ട് ആരെങ്കിലൊക്കെ കൂട്ടിയിട്ട് വാ, എന്നെ നോക്കി നിന്നാൽ ഉറപ്പായിട്ടും അവന്റെ കയ്യിൽ നിങ്ങളും പെട്ടുപോകും. ആദ്യമൊന്നും ഈടയും ഏലിയാസും ഇതിന് സമ്മതിച്ചില്ല കേട്ടോ. അവസാനം നോറ നിർബന്ധിച്ച് ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോടാലി ഇപ്പൊ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഈടയും അതുപോലെ തന്നെ ഏലിയാസും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ രാത്രിയിൽ വഴി അറിയാതെ അവരിങ്ങനെ ഓടി ആ കാട്ടിലൂടെ വട്ടം കറങ്ങുക എന്നല്ലാതെ കാറിന്റെ അടുത്തേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്നില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഓടി 2 പേരും തളർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഈട ഏലിയാസിനോടൊരു കാര്യം ചോദിക്കുകയാണ്, മിക്കവാറും ടോമി അവൻ
മരിച്ചിട്ടുണ്ടാവുമല്ലേ? എന്നാൽ ഏലിയാസ് പറയണ ഇല്ല, അവൻ എന്തായാലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് ആരെങ്കിലും കൂട്ടിയിട്ട് വരാം ഇങ്ങോട്ടേക്ക്. പക്ഷെ ഇവിടെ വെച്ച് നോറയുടെ ആ ഒരു സംസാര ശൈലിയൊക്കെ മാറുകയാണ്. ഇപ്പൊ ഏലിയാസിനോട് പറയാണ്, എനിക്കറിയാം നുണ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേന്ന്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റെന്തോ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ. എന്നാൽ ഏലിയാസ് പറയുന്നത് ഈടാ അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ടോമി വിളിച്ചതുകൊണ്ടൊന്നുമല്ല, നീ വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അതായത് ഈടയും അതുപോലെ തന്നെ ഏലിയാസും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പ്രണയത്തിലായിരുന്നു. എന്നാൽ കോളേജിൽ ഉണ്ടായിരുന്ന ആ ഒരു റൂമർ, അതായത് ഈടയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് ആരുടെയൊക്കെയോ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു റൂമർ കാരണം ഇവരുടെ ആ ഒരു ബന്ധത്തിൽ ചെറിയൊരു പ്രശ്നം വന്നു. അതിനുശേഷം ഈട അധികം ആരോടും സംസാരിക്കാതെ ഏലിയാസിനോടും ഒന്നും സംസാരിക്കാതെ വല്ലാത്തൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ കാര്യങ്ങൾ അവളോട് സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യാത്രക്ക് തന്നെ ഏലിയാസ് വന്നത്. അല്ലാതെ 50 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ക്രൈം സീൻ അത് റീക്രിയേറ്റ് ചെയ്യാനൊന്നുമല്ല. അതെല്ലാം ആ ഒരു ടോമിയുടെ പ്രാന്ത് മാത്രമായിരുന്നു. മാത്രമല്ല ഇവിടെ വെച്ച് ഈടയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഏലിയാസ് പറയാണ്. കോളേജിൽ വെച്ച് നിന്റെ ആ ഒരു ഫോട്ടോ ലീക്കായില്ലേ, അതിനെക്കുറിച്ചാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ഈട പറയണത്, നിനക്ക് എന്താടാ പറയാനുള്ളത്, അത് കാരണം ഞാൻ കുറച്ചൊന്നുമല്ല അനുഭവിച്ചത്. എന്നാൽ ഏലിയാസ് പറയാണ്, ഈട ഞാനൊരു കാര്യം പറയട്ടെ, നീ പേടിക്കുന്നത് പോലെ എല്ലാവരും പറയുന്നത് പോലെ അങ്ങനെയൊന്നില്ല. നിന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ അത് ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല. അന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് നീ ഓവറായിട്ട് മദ്യം കഴിച്ച് ബോധം കിട്ടി ആ റൂമിൽ കിടന്നിട്ട് മാത്രമേ ഉള്ളൂ. ആരും നിന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ടോമിയും ഒരുപാട് അന്വേഷിച്ചു, പലരുടെ അടുത്തും ചോദിച്ചു നോക്കി. എന്നാൽ ആരുടെ കയ്യിലും അങ്ങനൊരു ചിത്രമേ ഇല്ല. ആരോ അടിച്ചിറക്കി ഉണ്ടാക്കിയൊരു നുണക്കഥ മാത്രമാണിത്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന ഈട പറയാണ്, നിനക്കിനിയിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാം, പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് ഞാൻ അനുഭവിക്കുന്നത് വീട്ടില് ഒരു ജയിലിൽ കഴിയുന്നത് പോലെയാണ് ഞാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എന്നോട് നുണ പറയാൻ നോക്കണ്ട. എന്റെ ആ ഒരു ന്യൂഡായിട്ടുള്ള ഫോട്ടോ നോറ കണ്ടിട്ടുണ്ടല്ലോ, അവൾ എന്നോടത് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഈടയോട് പല തവണ ഏലിയാസ് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിന്നോടുള്ള ആ ഒരു ഇഷ്ടം ഒരിക്കലും പോവില്ല. അവിടെ വെച്ച് തന്നെ ഏലിയാസ് അവളെ പ്രപ്പോസ് ചെയ്യാണ്. അതായത് അവൾക്ക് വേണ്ടി തുടിക്കുകയാണ് അവന്റെ നെഞ്ചെന്ന് പറയാണ്. എന്നാൽ ഇവിടെ വെച്ച് ഈട ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ നെഞ്ചിന്റെ ആ ഒരു തുടിപ്പ് അതിപ്പോ നിൽക്കാൻ പോവാടാ. അപ്പൊ തന്നെ അവന്റെ മുതുകിലേക്ക് ഒരു കത്തി വന്ന് ഇറങ്ങുകയാണ്. അതായത് ആ സൈക്കോ കില്ലർ അവനെ പിന്നിൽ നിന്നും കുത്തിരിക്കുകയാണ്. ഈടയുടെ മുന്നിൽ വെച്ച് തന്നെ പെടഞ്ഞ് ഏലിയാസ് മരണപ്പെടുന്നുണ്ട്. ഇതിനുശേഷം ആ സൈക്കോ സീരിയൽ കില്ലർ അയാളുടെ ആ ഒരു ഹുഡി മാറ്റുകയാണ്. നോക്കുമ്പോ ആരാണ്, മറ്റാരുമല്ല, നോറ. ആകെ ഞെട്ടിപ്പോയി. എന്നാൽ ഒരു കാര്യമുണ്ട്, ഈ നോറയും ഈടയും ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെയാണ് പ്ലാൻ ചെയ്ത് ഏലിയാസിനെയും ടോമിയെയും തീർത്തത്. കുറച്ച് നാളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായ പ്ലാനിങ്ങിലായിരുന്നു ഇവർ രണ്ടുപേരും. ഈ രണ്ട് ചെറുക്കന്മാരുടെയും കൂടെ വെറുതെ ഒരു ട്രിപ്പിനായിട്ട് ഇവർ വന്നതല്ല, രണ്ടുപേരെയും തീർക്കാനായിട്ട് തന്നെ വന്നതാണ്. ഇവർ കൊണ്ടുവന്ന ഇവരുടെ ആ ഒരു സ്യൂട്ട് കേസ് അതിലുണ്ടായിരുന്നത് ഇവരുടെ ആ ഒരു ബോഡി കഷ്ണമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏലിയാസിന്റെയും ടോമിയുടെയും ബോഡി കഷ്ണങ്ങളാക്കി പാക്ക് ചെയ്ത് അത് ചങ്ങല വെച്ച് കെട്ടി കല്ലും വെച്ച് കെട്ടി ആ തടാകത്തിന്റെ ആഴമുള്ള ഭാഗത്തിലേക്ക് ഇതെല്ലാം എറിയാണ് കേട്ടോ. ഒരിക്കലും ഒരു തെളിവും കിട്ടാത്ത രീതിയിൽ ആ ബോഡിയൊന്നും ഇനി ആർക്കും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ എന്തിനാണ് ഇവർ രണ്ടുപേരെയും ഈടയും നോറയും ചേർന്ന് പ്ലാൻ ചെയ്ത് കൊന്നത്? കാരണം ഈടയുടെ ആ ന്യൂഡ് ഫോട്ടോസ് കോളേജിൽ സ്പ്രെഡ് ആക്കിയത് അത് മറ്റാരുമല്ല, ഈ ഏലിയാസും ടോമിയും തന്നെയാണ്. ആ സംഭവം കാരണം അവൾ കുറച്ചൊന്നുമല്ല അനുഭവിച്ചത്. എന്തായാലും അതിനുള്ള പകയാണ് ഇപ്പൊ ഈട വീട്ടിയിരിക്കുന്നത്. അവളെ സഹായിക്കാനായിട്ട് നോറയും കൂടെ വന്നു. എന്തായാലും ഇത് കഴിഞ്ഞ സമയത്ത് ഇവർ രണ്ടുപേരും നേരെ കാറ് വെച്ച സ്ഥലത്തേക്ക് പോകണം. അങ്ങോട്ടേക്കുള്ള വഴിയെല്ലാം ഇവർക്ക് ഇപ്പൊ വ്യക്തമായിട്ട് അറിയാം. നേരം വെളുക്കുന്നതിന് മുന്നേ രണ്ടുപേർക്കും വീട്ടിലെത്തണം. അതും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വേണം അവിടെ എത്താനായിട്ട്. എന്തായാലും രണ്ടുപേരും കാറിൽ കയറി വേഗം കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുന്നത്. അതായത് പിള്ളേച്ച പദ്ധതിയൊക്കെ കൊള്ളായിരുന്നു. എന്നാൽ അതിനിടയ്ക്കൊരു മണ്ടത്തരം കാണിച്ചു. കാറിന്റെ ചാവി ഉണ്ടായിരുന്നത് ഏലിയാസിന്റെ പാന്റിന്റെ പോക്കറ്റിലായിരുന്നു. നേരത്തെ അവരുടെ ബോഡിയും അവരുടെ വസ്തുക്കളും എല്ലാം തടാകത്തിൽ ഇവർ ഡിസ്പോസ് ചെയ്തല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആ ചാവി പെട്ടുപോയി. ചെറുതല്ല, അത് വലിയൊരു മണ്ടത്തരായിപ്പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഈ കാറുമായിട്ട് രക്ഷപ്പെട്ടു പോണെങ്കിൽ ആ ചാവി കിട്ടിയേ മതിയാവുള്ളൂ. മറ്റൊരു രക്ഷയില്ല. തടാകത്തിലേക്ക് ഇറങ്ങി എങ്ങനെങ്കിലും ആ ചാവി എടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും നേരെ ആ ഒരു തടാകത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. കാരണം ചാവി ഉണ്ടെങ്കിലേ നേരം വെളുക്കുന്നതിന് മുന്നേ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. പിന്നീട് തടാകത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈടയാണ്. കാരണം അവൾ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. പ്രൊഫഷണൽ ആയിട്ട് തന്നെ അവൾക്ക് നീന്തൽ നന്നായിട്ട് അറിയാം. സോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഈടയാണ്. പക്ഷെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പേടി. കാരണം ഇത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ നല്ല തെളിച്ചുള്ള സ്വിമ്മിംഗ് പൂളൊന്നും അല്ല, അടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത ഇരുട്ട് മൂടിയ തടാകമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങാനായിട്ട് അവൾക്ക് ചെറിയൊരു പേടി തോന്നി. ഈ സമയത്ത് നോറ പറയാണ്, ഈടാ നീ എന്തായാലും ഇറങ്ങിയേ മതിയാവുള്ളൂ, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവൾ കൊടുത്ത ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പേരിൽ ഈട നേരെ തടാകത്തിലേക്ക് എടുത്തു ചാടി. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് പോകുന്തോറും അവളുടെ ഉള്ളിൽ ആ ഒരു ഭയം കൂടിക്കൂടി വന്നു. ഭയങ്കരമായി ഇരുട്ടാണ് താഴെ. അതുകൊണ്ട് തന്നെ അവൾ വേഗം തിരിച്ചു വരികയാണ്. ഈ സമയത്ത് നോറ വീണ്ടും അവൾക്കൊരു എന്താ പറയാ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. നിന്റെ ടാലന്റ് അതെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നമ്മുടെ കോളേജിൽ ഏറ്റവും നന്നായിട്ട് നീന്തുന്നത് നീയാണ്. നിന്റെ കഴിവ് ഉപയോഗിക്കുക, നീ എത്രയും പെട്ടെന്ന് അത് എടുത്തിട്ട് വാന്ന് പറയാണ്. പിന്നെ ഈടൊന്നും നോക്കിയില്ല, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ ആ ഒരു തടാകത്തിന്റെ അടിയിലേക്ക് എത്തി. അതായത് ഈ ഭാഗത്താണല്ലോ ഇവർ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്തത്. ആ ബാഗും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. അങ്ങനെ താഴേക്ക് വന്ന് ആ ബാഗിന്റെ സിബ്
തുറക്കാനായിട്ട് കുറച്ചവള് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും അതൊരു വിധത്തിൽ തുറക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മുകളിൽ നോറ ഒറ്റയ്ക്കാണല്ലോ. ഈടെയാണെങ്കിൽ താഴേക്ക് പോയിട്ട് കുറച്ച് നേരമായി, ഇത്രയും നേരമായിട്ട് മുകളിലേക്ക് വന്നിട്ടില്ല. അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം വന്നു തുടങ്ങി. ഇതേ സമയത്ത് തന്നെ തടാകത്തിന്റെ അപ്പുറത്തുണ്ടായിരുന്ന മരങ്ങൾക്കിടയിൽ നിന്ന് ചെറിയൊരു അനക്കം പോലെ അവിടെ ആരോ ഉള്ളതുപോലെ തന്നെ നോറയ്ക്ക് ഫീൽ ആവുകയാണ്. അപ്പൊ ആ ഒരു ഭയത്തിൽ നോറ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വെള്ളത്തിനടിയിൽ നിന്നും ചാവിയുമായിട്ട് ഈടെ മുകളിലേക്ക് വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടുപേരും ചാവി എടുത്ത് നേരെ കാറിന്റെ അടുത്തേക്ക് പോവാണ്. കാർ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്നത് നോറയാണ് കേട്ടോ. സംഭവം എല്ലാം വളരെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നതുകൊണ്ട് നോറ ഭയങ്കര ഹാപ്പിയാണ്. അവളാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നടന്നല്ലോ. എന്നാൽ ഈട അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ, എല്ലാം നല്ലതുപോലെ നടന്നതിന്റെ ആ ഒരു സന്തോഷമൊന്നും അവളുടെ മുഖത്തില്ല. എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. അത് കണ്ട് നോറ ചോദിക്കുന്നുണ്ട്, ഈട നിനക്ക് എന്താ പറ്റിയത്? ഈ സമയത്ത് ഈട കാര്യങ്ങൾ പറയണം. നോറ അത് പിന്നെ മരിക്കുന്നതിന് മുന്നേ ഏലിയാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഒന്നും ഇല്ലാന്ന്, ആരും അത് കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. ഈ സമയത്ത് നോറ പറയണ, അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ, കാരണം അവൻ തന്നെയാണല്ലോ ആ ഒരു ഫോട്ടോ എടുത്തത്, അവനും ആ ഒരു ടോമിയും കൂടെ. നിനക്കൊരു കാര്യം അറിയാലോ, രണ്ടുപേരും നല്ല പുള്ളയല്ല, നല്ല എ ക്ലാസ് ചെറ്റകളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കേണ്ട, നമുക്ക് പഴയതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ടേക്ക് പോകാന്ന് പറയാണ്. എന്നാൽ ഈ നേരത്ത് ഈട ഒരു കാര്യം പറയുന്നുണ്ട്, നോറ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പഴയതുപോലെ കൂട്ടുകാരായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല. ഇത് കേട്ട നോറ ആകെ ഞെട്ടിപ്പോണ്. ഈട നീ എന്താ ഈ പറയുന്നത്, എന്താ പ്രശ്നം? ഈ സമയത്ത് ഈട പറയാണ്, ഇത്രയും വലിയൊരു കാര്യം, 2 കൊലപാതകമാണ് നമ്മൾ ചെയ്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് അല്ല കുറെ നാളത്തേക്ക് നമ്മൾ ഇനി ഒരുമിച്ച് ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ട സമയത്ത് ദേഷ്യത്തിൽ നോറ ചോദിക്കുകയാണ്, അപ്പൊ ഇതെല്ലാം ചെയ്തത് ഇതിനു വേണ്ടിയിട്ടാണോ? നോറയ്ക്ക് അത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യമുണ്ട്. ഇവര് രണ്ടുപേരും ചെറുപ്പം മുതലേ നല്ല സുഹൃത്തുക്കളാണ്. വെറും സുഹൃത്തുക്കളല്ല, ഈ 2 കൂട്ടുകാർക്കിടയിലും പ്രണയം ഉണ്ടായിരുന്നു. അതായത് ഈടയും നോറയും ലെസ്ബിയൻസ് ആയിരുന്നു. അവരങ്ങനെയായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു റിലേഷനിൽ കൂടുതൽ താല്പര്യം നോറയ്ക്കായിരുന്നു. ഈടയ്ക്ക് അതിനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടുപേരും കോളേജിലേക്ക് വന്ന സമയത്ത് ഏലിയാസ് ഈടയെ പരിചയപ്പെട്ടു. അവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈട പതിയെ പതിയെ നോറയുമായിട്ട് ഒരു അകലം പാലിക്കുകയാണ്. ആ അകൽച്ച നോറയെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ ഉള്ളിൽ ഇപ്പൊ വല്ലാത്തൊരു പക വന്നു. എങ്ങനെയെങ്കിലും രണ്ടുപേരെ പിരിക്കണം. അതിനുവേണ്ടി അവൾ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെല്ലാവരും ഒരു പാർട്ടിയിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഈടയും ഏലിയാസും ഭയങ്കരമായിട്ടുള്ള വർത്താനവും അതും ഇതൊക്കെ ആയിട്ട് ഇത് കണ്ട് നോറയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ ആരും അറിയാതെ നോറ വെള്ളം ചേർക്കാതെ തന്നെ കുറച്ചധികം മദ്യം ഈടയ്ക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം പോവാണ്. പിന്നീട് ബോധമില്ലാത്ത ഈടയെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് നോറയായിരുന്നു. അതിനുശേഷം അവളുടെ വസ്ത്രം പൂർണ്ണമായിട്ടില്ല ചെറിയ രീതിയിൽ ഊരിയതുപോലെ അവൾ ആക്കി വെക്കുകയാണ്. എന്നിട്ട് പതിയെ ഒരു നുണക്കഥ അവളങ്ങ് പറഞ്ഞുണ്ടാക്കി. ഈടയുടെ ഫോട്ടോ ആരോ എടുത്തു. അവൾ ആ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അവളുടെ വസ്ത്രം മുഴുവൻ ഊരിക്കളഞ്ഞ് ആ ഫോട്ടോ ആരുടെയോ കയ്യിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാൻ അധിക സമയം വേണോ? കോളേജിലുള്ള എല്ലാ പിള്ളേരും ഈ കാര്യം അറിഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈട അവളുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഈട കോളേജിലേക്ക് വന്ന സമയത്ത് എല്ലാവരും അവളെ വേറൊരു രീതിയിൽ നോക്കുകയാണ്. ഒരു ചീത്ത പെണ്ണിനെ പോലെ നോക്കുകയാണ്. എല്ലാ രീതിയിലും അത് അവളെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. കൂട്ടുകാരിൽ നിന്നൊക്കെ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും വല്ലാത്ത ചീത്തയും അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു അവഗണനയും എല്ലാം കൂടിയായിട്ട് അവൾ ആകെ തകർന്നുപോയി. ഇതേ സമയത്ത് നോറ വീണ്ടും പഴയതുപോലെ അവളോട് അടുത്ത് വരികയാണ്. ഈടയും അവളോട് നന്നായിട്ട് അടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നോറയ്ക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. അവൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു. പക്ഷേ പാവം ഈടയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈടയ്ക്ക് ഏലിയാസിനോട് പകയും ദേഷ്യം തോന്നണല്ലോ. അതുകൊണ്ട് നോറ അവളോട് പറഞ്ഞു, അവരെടുത്ത ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഈട നീ ഒരുപാട് വിഷമിക്കരുത്. നിന്റെ ആ ഒരു ഫോട്ടോ എടുത്തത് മറ്റാരുമല്ല, നീ സ്നേഹിക്കുന്ന ആ ഒരു ഏലിയാസും അവന്റെ സുഹൃത്തായിട്ടുള്ള ടോമിയാണ്. ഇത് കേട്ട സമയത്ത് ഈടയുടെ ഉള്ളിൽ വല്ലാത്തൊരു പകയും കാര്യങ്ങളും വരാൻ തുടങ്ങി കേട്ടോ. കാരണം അവൾ അനുഭവിച്ച ആ ഒരു അപമാനം, ഇൻസൾട്ട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈട പറയാണ്, രണ്ടുപേരെ എനിക്ക് കൊല്ലണം. എന്നാൽ അതിന് കൂട്ടു നിൽക്കാന്ന് നോറയും പറയാണ്. എന്നാൽ പെട്ടെന്ന് വേണ്ട, ഒരവസരം വരട്ടെ, ആ അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഈടയും നോറയും ഏലിയാസിനെയും ടോമിയും നന്നായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ടോമിയുടെ ഈ പ്ലാനിനെ കുറിച്ച് ഇവർ രണ്ടുപേരും അറിയുന്നത്. അതായത് ടോമി ബോഡോം ലേക്കിലേക്ക് പോയിട്ട് ആ ഒരു ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ടോമിയും അതുപോലെ തന്നെ ഏലിയാസും ഡിസ്കസ് ചെയ്യുന്നത് ഇവർ കേൾക്കുകയാണ്. എന്നിട്ട് അവർ പോലും അറിയാതെ അവരുടെ ആ ഒരു ട്രിപ്പിലേക്ക് ഇവർ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഈടയും നോറയും കാത്തിരുന്ന ആ ഒരു അവസരം ഇതായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇവരെ തീർക്കണം എന്നുള്ള കാര്യങ്ങൾ, അതും ഒരു തെളിവുമില്ലാതെ. അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം അവർ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റി. പക്ഷേ പാവം ഈട അവള് കൊന്നുകളഞ്ഞത് 2 നിരപരാധികളെയായിരുന്നു, ഏലിയാസിനെയും ടോമിയും. അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ചെയ്തത് നോറയാണ്. ആ ഒരു കാര്യം നോറ ഇപ്പോ ഈടയോട് പറയുന്നുണ്ട്. അത് കേട്ട് ഈട ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പൊ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നോക്കിക്കോ, ഇത് ഞാൻ എല്ലാവരോടും പറയും. എനിക്ക് എന്റെ മാനവും കാക്കണം,
കാരണം അതുപോലെ തന്നെ നീ കാരണം ചെയ്തിരിക്കുന്നത് ഒരു വലിയ മഹാപാപാണ്. എന്തായാലും എല്ലാവരോടും ഞാൻ ഇത് പറയുന്ന പറയണേ. ഭയങ്കര ദേഷ്യത്തിൽ ഇപ്പൊ നോറ ചോദിക്കാണ്, ഈടാ നീ അത് പറയോ? ഈട പറയാണ്, ഞാൻ പറയും, എന്നാ നിന്നെയും ഞാൻ കൊല്ലുടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോറ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ സാധനം എടുത്ത് അവളുടെ തലക്കിട്ട് ഒരേറ്റ അടി കൊടുക്കുകയാണ്. ഈടയുടെ തല പൊട്ടി ചോര വരാൻ തുടങ്ങി. ഈടയും വിട്ടുകൊടുത്തില്ല, അവളെയും തിരിച്ചാക്രമിക്കുകയാണ്. ഇതിനിടയിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോറയുടെ ആ ഒരു ബാലൻസ് പോവാണ്. സൈഡിൽ ഉണ്ടായിരുന്ന ഒരു പാറയുടെ മുകളിലൂടെ കാറ് കയറി ഇറങ്ങി ഇത് തലകുത്തി മറിഞ്ഞ് വീഴുകയാണ്. എന്നാൽ കാറ് ഭയങ്കരമായിട്ട് ഡാമേജ് ആയെങ്കിലും ഈടയ്ക്കും നോറയ്ക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അതിലൂടെ പോയ ഒരു ട്രക്ക് അവിടെ നിർത്തുകയാണ്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാളുടെ ടോർച്ച് എടുത്ത് കാറിന്റെ ഉള്ളിലേക്ക് അടിച്ചു നോക്കുമ്പോൾ 2 പെൺകുട്ടികളാണ്. മരിച്ചിട്ടൊന്നുമില്ല, ജീവനോടെ ഉണ്ട്. അപ്പൊ തന്നെ അയാൾ പറയണം, മക്കളെ ഇതിലൂടെ ഈ സമയത്ത് ഞാൻ വന്നത് നന്നായി, അല്ലെങ്കിൽ 2 പേരും ഇടകിടന്ന് മരിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ട്രക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു കാറ് വലിച്ചെടുക്കാം. അങ്ങനെ അയാളുടെ ആ ഒരു ട്രക്കിലുണ്ടായിരുന്ന റോപ്പ് കൊണ്ടുവന്നിട്ട് ഇവരുടെ കാറിൽ കണക്ട് ചെയ്ത് അവിടെ വീണ് കിടക്കുന്ന ഇവരുടെ കാറ് പതിയെ പതിയെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നോറ ഈടയോട് ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള വഴക്ക് അത് പിന്നെ തീർക്കാം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നമ്മളെ 2 പേരെയും ആ ഡ്രൈവർ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അയാളെ തീർത്തിട്ടില്ലെങ്കിൽ അയാൾ മിക്കവാറും നമ്മൾക്കെതിരെ സാക്ഷി പറയാൻ സാധ്യതയുണ്ട്. എന്റെ അടുത്ത് ഉണ്ടായിരുന്ന കത്തി അത് ഞാൻ അവരുടെ ബോഡി ഡിസ്പോസ് ചെയ്തപ്പോൾ അതിൽ തന്നെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. നിന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയില്ലേ അത് എടുക്കുമെന്ന് പറയാണ്. ആ കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡ്രൈവറെ അങ്ങ് തീർത്തേക്കാന്ന് പറയാണ്. ഈ സമയത്ത് ഈടെ ചോദിക്കാണ്, കത്തിയോ? ഏത് കത്തി? അവൾ കൺഫ്യൂഷനിൽ നോറയെ നോക്കുമ്പോൾ നോറ പറയാണ്, അതെ എന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഞാൻ ഏലിയാസിനെ കൊന്നത്. അതുപോലെ തന്നെ നീ നിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചല്ലേ ടോമിയെ കൊന്നത്? ഇപ്പൊ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഈടെ ചോദിക്കാണ്, അപ്പൊ ടോമിയെ കൊന്നത് നീയല്ലേ? അല്ല, അവനെ കൊന്നത് ഞാനല്ല, ഞാൻ ഏലിയാസിനെ മാത്രമല്ലേ കൊന്നുള്ളൂ. അതായത് ഈടെ വിചാരിച്ചത് ടോമിയെ കൊന്നത് നോറയാണെന്നാണ്, നോറ വിചാരിക്കുന്നത് ടോമിയെ കൊന്നത് ഈടെയാണെന്നാണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ടോമിയെ കൊന്നത് അത് ഈടെയല്ല നോറയല്ല എന്ന് ഇവർക്ക് 2 പേർക്കും മനസ്സിലായി. അപ്പൊ അവനെ കൊന്നത് ആരാ? കൂടുതൽ നേരം അതിനെക്കുറിച്ച് ഇവർക്ക് 2 പേർക്കും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഇവരുടെ കാറിൽ കണക്ട് ചെയ്ത ആ ഒരു റോപ്പ് അതങ്ങോട്ട് ടൈറ്റ് ആവുകയാണ്. മുന്നിലുണ്ടായിരുന്ന ആ ഒരു ട്രക്ക് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് നോറയും ഈടയും കൂടെ നമുക്കിട്ട് ടെസ്റ്റ് വന്നപ്പോൾ കാട്ടിൽ വെച്ച് ഇവർക്ക് 2 പേർക്കിട്ട് ടെസ്റ്റ് ആര് കൊടുത്തു? ആ സൈക്കോ കില്ലർ കൊടുത്തു. അതായത് ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയ ആ ട്രക്ക് ഡ്രൈവർ, അയാൾ മറ്റാരുമല്ല, ആ സീരിയൽ സൈക്കോ കില്ലർ തന്നെയാണ്. ഒരു ഭ്രാന്തനെ പോലെ ഇയാൾ ആ ഒരു ട്രക്ക് വളരെ വേഗത്തിൽ ഓടിച്ചു പോകുമ്പോൾ അതേ വേഗത്തിൽ തന്നെ ഇവരുടെ കാറും അതിന്റെ പിന്നാലെ വലിഞ്ഞിഴഞ്ഞു പോകുന്നുണ്ടല്ലോ. ഭയം കാരണം ഈടയ്ക്കും ഞോറയ്ക്കും എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ഇതിനിടയിൽ വാതിലും തുറന്ന് പുറത്തേക്ക് ചാടാൻ വേണ്ടി ഞോറ ഒരു കൈ നോക്കുന്നുണ്ട്. എന്നാൽ നല്ല വേഗത്തിൽ പോകുന്ന കാറിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ചാടാനായിട്ട് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാൽ ഇവർ 2 പേരും എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സൈക്കോ മറ്റൊരു കാര്യം ചെയ്യാണ്. അയാളുടെ ആ ഒരു ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒലച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നിൽ വലിച്ചു കൊണ്ടുവരുന്ന ആ കാറും അതുപോലെ നന്നായിട്ട് ഇളകുന്നുണ്ട്. അങ്ങനെ ഇളകി അവസാനം ഒരു പാറയിൽ ചെന്ന് കാറ് ഒറ്റ അടിയാണ്. ആ അടിയിൽ കാറ് തല കീഴായി മറിഞ്ഞു വീണു. തലയ്ക്കും ദേഹത്തൊക്കെ നന്നായിട്ട് പരിക്ക് പറ്റിയ ഇടയ്ക്കും നോറയ്ക്കും ചുറ്റും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവരുടെ കാർ ഇപ്പൊ തല കീഴായി കിടക്കുകയാണ്. ഇപ്പോൾ തല കീഴായി കിടക്കുന്ന ആ ഒരു കാറും വലിച്ചുകൊണ്ട് തന്നെ ആ ട്രക്ക് മുന്നിലേക്ക് പോവാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ആ റോപ്പ് പതിയെ ഊരി വിടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈടയുടെ കാല് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവൾക്ക് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പക്ഷെ നോറ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നോറയോട് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഈട പറയുന്നുണ്ട്. എന്നാൽ നോറ പറയാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തത് നിന്നെ ഒറ്റക്കാക്കി പോകാനല്ല, നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈട പറയാണ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ രക്ഷപ്പെട്ടു പോയിട്ട് ആരെങ്കിലൊക്കെ കൂട്ടിയിട്ട് വാ, എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയാണ്. അതല്ലാതെ ഇവിടെ വേറൊരു മാർഗ്ഗമില്ലാന്ന് ഈട പറയാണ്. അങ്ങനെ മറ്റൊരു രക്ഷയില്ലാതെ നോറ ഇപ്പോൾ കാറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ നേരം ആ ഒരു ട്രക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ആ സൈക്കോ ഉണ്ടല്ലോ, അയാളുടെ വേട്ട നായയെ കാട്ടിലേക്ക് അഴിച്ചു വിടുകയാണ്. എന്നിട്ട് ഇയാൾ നേരെ വരുന്നത് കാറിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ഈടയുടെ അടുത്തേക്കാണ്. ഇതിനുശേഷം പെട്ടെന്ന് ഓരോ സീനുകളായിട്ട് അങ്ങനെ മാറി മറിഞ്ഞു പോവാനായിട്ട്. അന്ന് രാത്രിയിൽ നമ്മുടെ ഈടയ്ക്കും അതുപോലെ തന്നെ നോറയ്ക്കും ഒരു തരി പോലും ഭാഗ്യം ഉണ്ടായിരുന്നില്ല. 2 പേരും അവസാനം ആ സൈക്കോ കില്ലറുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന ആ ഒരു കാറുണ്ടല്ലോ, ആ ഒരു തടാകത്തിലേക്ക് ഉന്തി കൊണ്ടുവന്ന് തള്ളി അത് തടാകത്തിലേക്ക് താഴ്ത്തിയിടുകയാണ്. മാത്രമല്ല ഇവരുടെ 2 പേരുടെയും ചുണ്ടിൽ എന്തോ ഒരു പശ തേച്ച് വെച്ച് സംസാരിക്കാനോ കരയാനോ പറ്റാത്ത രീതിയിൽ അവരുടെ ചുണ്ടുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ തലയിൽ ചാക്ക് പോലത്തെ ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോവാന്നുള്ള ആ ഒരു പേടിയിൽ ഈടയും നോറയും പേടിച്ചങ്ങനെ വിറക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ ആ ഒരു മുഖംമൂടി പോലത്തെ സാധനം ഈ കില്ലർ ഊരി കൊടുക്കുകയാണ്. പിന്നീട് അയാളുടെ ആ ഒരു നായയും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധവും ഇതെല്ലാം കണ്ട് ഈട നോറ 2 പേരും പേടിച്ച് വിറക്കുമ്പോൾ അവരുടെ ആ ഒരു ഭയം കണ്ട് സന്തോഷം കൊണ്ട് ഈ കില്ലർ തുള്ളിച്ചാടുകയാണ്. ഇതിനുശേഷം ഇവർ 2 പേരെയും വലിച്ചിഴച്ച് ഒരു ടെന്റിന്റെ ഉള്ളിൽ കൊണ്ടേ കെടുത്തുകയാണ്. ആ ടെന്റിന്റെ ഉള്ളിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എത്ര ട്വിസ്റ്റുകൾ ആ കഥയിൽ. അതായത് ആ ടെന്റിൽ ഉണ്ടായിരുന്നത് മറ്റൊന്നുമല്ല, ഈടയും നോറയും ചേർന്ന് പ്ലാൻ ചെയ്ത് കൊന്നുകളഞ്ഞ ഏലിയാസിന്റെയും ടോമിയുടെയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായിരുന്നു. ഇതെല്ലാം കണ്ട് ഇവർ 2 പേരും വീണ്ടും ഭയന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. കാരണം ഇതേ അവസ്ഥ തന്നെ ഇവർക്ക് വരാൻ പോവാണല്ലോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ആ സീരിയൽ കില്ലർ നോറയെ മാത്രം പുറത്തേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഈടയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ നോറയുടെ ദയനീയമായിട്ടുള്ള
കരച്ചില് ഈടയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞു. കാരണം ആ കില്ലർ നോറയെ വെട്ടി നുറുക്കുകയായിരുന്നു. വേദന കാരണം നോറയാണെങ്കിൽ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ദയനീയമായ ആ ഒരു കരച്ചിലിനൊപ്പം തന്നെ ഈ കാടിന്റെയും അതുപോലെ ആ ഒരു തടാകത്തിന്റെയും മുകളിൽ നിന്നുള്ള ഒരു ഷോട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ സീൻ കട്ടാവുകയാണ്. ഈട അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഈ സംഭവം കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് വർഷമായിട്ടുണ്ട്. ഇതേ സെയിം സ്ഥലത്തേക്ക് കുറച്ച് ടീനേജ് പിള്ളേര് വീണ്ടും വരികയാണ്. അപ്പൊ അവര് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല് ആ പെണ്ണ് പറഞ്ഞത് സത്യം തന്നെ ആയിരിക്കോ? അവള് പറഞ്ഞത് ഇവിടെ എന്തോ സീരിയൽ കില്ലർ ഉണ്ട്, എല്ലാവരെയും കൊല്ലുന്ന ആളാണ്, ഭ്രാന്തനാണ്, അതാണ് ഇതാണെന്നൊക്കെയാണ്. ഇത് കേട്ട് വിശ്വസിച്ച് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വന്ന് ഒരുപാട് പോലീസുകാർ തെരഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ആ ഒരു പെണ്ണ് പറഞ്ഞത് നുണയായിരിക്കോ അല്ലെങ്കിൽ സത്യമായിരിക്കോ? ഈ കാര്യമാണ് ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇവര് സംസാരിക്കുന്ന കാര്യം ആരുടേതാണെന്ന് മനസ്സിലായോ? ഈടയുടെ കാര്യമാണ്. അപ്പൊ ഇവിടെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. പോലീസുകാരോട് പോയിട്ട് ഈട ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടതല്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈടയെ ഈ സൈക്കോ സീരിയൽ കില്ലർ നേരെ കൊണ്ടുപോയിട്ടത് അവളുടെ വീടിന്റെ മുന്നിലായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ മോളെയാണ്. അവരാകെ പേടിച്ചു പോവാണ്. അധികം വൈകാതെ പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പോലീസിനോട് ഈട ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അവിടെ ഒരു സീരിയൽ കില്ലർ ഉണ്ട്, അവനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്നാൽ പോലീസുകാർ പോയിട്ട് അവിടെ മുഴുവനായിട്ട് മരിച്ചു പെറുക്കിയെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈട പറയുന്നത് നുണയാണെന്നാണ് പോലീസുകാർ വിചാരിക്കുന്നത്. അതായത് ഈ കൊലപാതകങ്ങൾ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഈട തന്നെയാണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് അത് അവളുടെ തലയിലേക്ക് തന്നെ വരികയാണ്. അതായത് ആ കില്ലർ അയാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അയാൾക്ക് വരുത്തി തീർക്കണം. അയാൾ വെറും ഒരു മിത്ത്, വെറും ഒരു കെട്ടുകഥയാണെന്ന് നാട്ടുകാർ വിശ്വസിക്കണം. അതായിരുന്നു അയാൾക്ക് വേണ്ടത്. അതിനായിരുന്നു ഈടയെ വെറുതെ വിട്ടതും. എന്തായാലും അന്ന് നടന്ന ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പിള്ളേര് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ വന്ന ഈ പിള്ളേരെയും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ആ സൈക്കോ സീരിയൽ കില്ലർ ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇത് അവന്റെ വീടാണ്. ഇങ്ങോട്ടേക്ക് അനുവാദമില്ലാതെ വരുന്ന ഒരാളെയും അവൻ ജീവനോടെ പോവാൻ സമ്മതിക്കില്ല. മിക്കവാറും ഇപ്പൊ വന്ന ആ ഒരു പിള്ളേരുടെ കാര്യത്തിലും ഒരു തീരുമാനമാകും അധികം വൈകാതെ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തീരുന്നത്. അതായത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ടൈപ്പ് കഥ തന്നെയാണിത്. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പല ട്വിസ്റ്റുകളും കഥയുടെ പല ഭാഗത്തും കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ ഈ ഒരു സിനിമ. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ അതാരാണ്? എന്തായാലും കമന്റ് ബോക്സിലൂടെ നിങ്ങൾ മറുപടി തരണം. നല്ല കമന്റുകൾക്ക് വോയിസ് ആയിട്ടും ഞാൻ റിപ്ലൈ തരാം കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.